പാവപ്പെട്ടൊരു കുടുംബത്തിന് തണലായി നാടിന്റെ കരുതൽ. വെളുന്നല്ലൂർ ഉഗ്രംകുന്ന് 13-ാം വാർഡിൽ വിളയിൽ വീട്ടിൽ രത്നമ്മയും കുടുംബവും ഏറെ നാളായി ജീവിച്ചത് ഭീതിയുടെ നിഴലിലായിരുന്നു. ഏതു നിമിഷവും വീടിന്റെ മേൽക്കൂര നിലംപൊത്താവുന്ന അവസ്ഥ. രോഗബാധിതരായ 3 പേരടങ്ങുന്ന കുടുംബത്തിന് ഓരോ രാത്രിയും ആശങ്കയുടേതായിരുന്നു. ആ കുടുംബത്തിലെ ഒരമ്മയ്ക്ക് ദിവസവും നിരവധി തവണ ഫിറ്റ്സ് ഉണ്ടാകുന്ന അവസ്ഥയിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തകർന്നു തുടങ്ങിയ മേൽക്കൂരയ്ക്കു കീഴിൽ കഴിയുന്നത് കുടുംബത്തിന് ഏറെ ദുസ്സഹമായിരുന്നു. ഈ വിവരം വാർഡ് മെമ്പർ രുക്മിണി പ്രകാശന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കുടുംബത്തിന്റെ ദുരിതം നേരിട്ട് മനസ്സിലാക്കിയ വാർഡ് മെമ്പർ ഉടൻ തന്നെ ഇടപെടുകയും ആവശ്യമായ സഹായങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. നാട്ടുകാരും ഒപ്പം ചേർന്നു. പഴയ ഓടുകൾ മാറ്റി ഉറപ്പുള്ള സ്റ്റീൽ ഉത്തരങ്ങൾ നിർമ്മിച്ച് വീടിന്റെ മേൽക്കൂര സുരക്ഷിതമാക്കി. ഇനി ഭയന്ന് ഉറക്കമുണരേണ്ടതില്ല. മഴ പെയ്യുമ്പോൾ മേൽക്കൂര തകർന്നു വീഴുമോ എന്ന ആശങ്കയും വേണ്ട. ഒരു വീടിന്റെ മേൽക്കൂര പുതുക്കിയ കഥ മാത്രമല്ല, പ്രയാസങ്ങളുടെ നടുവിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് കൈത്താങ്ങായി മാറിയ ഒരു നാടിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും കഥയാണ്. ഒരുമിച്ചു നിന്നാൽ ഒരു കുടുംബത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാനാകും. അതിന്റെ മനോഹരമായ മാതൃകയായി മാറുകയാണ് വിളയിൽ വീട്ടിലെ ഈ സ്നേഹസ്പർശം. ഇത് രത്നമ്മ ചേച്ചി വിളയിൽ വീട്ടിൽ ഉഗ്രംകുന്ന് വാർഡിലെ സ്ഥിര താമസക്കാരിയാണ്. ഒരു ദിവസം പെട്ടെന്ന് ചേച്ചി എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ വന്നപ്പോ വീടിന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്റെ ഉത്തരവും കഴുക്കോലും എല്ലാം ഒടിഞ്ഞു തൂങ്ങി ഓടി ഇളകി താഴെ വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് നിലനിർത്തി കൊടുക്കണമെന്ന് ചേച്ചി ആവശ്യപ്പെടുകയും അപ്പോ അത് ഗ്രാമസഭയിൽ ഉൾപ്പെടുത്തി ആദ്യം കൊടുക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷെ പഞ്ചായത്തിൽ ഇതുവരെ ഗ്രാമസഭയുടെ ഡേറ്റ് പോലും ആവാത്ത സാഹചര്യത്തിൽ ഇനിയും ഏകദേശം 7-8 മാസത്തോളമെങ്കിലും ഒരു മെയിൻ്റനൻസ് കൊടുക്കാൻ സമയമെടുക്കും. അപ്പൊ അത്രയും നാൾ ഒരു കാരണവശാലും 1 മാസം പോലും കഷ്ടിച്ച് ഇതിനകത്ത് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം ഒരാഴ്ചത്തേക്ക് ചേച്ചി ഒരു വാടക വീട്ടിലേക്ക് ഇവരെ കുടുംബത്തെ മാറ്റിക്കൊണ്ട് നമ്മൾ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെ ഒരു സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയത്. ഒട്ടനവധി പേർ നമ്മളെ നല്ലപോലെ സഹായിച്ചു. 5000 രൂപ മുതൽ താഴോട്ട് 1000 രൂപ വരെ തന്ന് സഹായിച്ച മാന്യ വ്യക്തികൾക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ വെൽഡിങ്ങിന്റെ പണി, അതായത് കമ്പി വെച്ച് ഇത് ചെയ്തു തന്ന പ്രിയപ്പെട്ട സുധീഷ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ പണി ചെയ്തു തന്നു. അതുപോലെ എല്ലാവരും നമ്മെ സഹായിച്ചു. തൊട്ടടുത്ത വീട്ടിലെ ശ്രീ രാമേന്ദ്രൻ അവറുകൾ, തൊട്ടപ്പുറത്തെ സഹുബാൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകൾ ആൾ സഹായം നമുക്ക് ചെയ്തു തന്ന് സഹായിച്ചു. അതുപോലെ സാമ്പത്തികമായി നമ്മളെ ഒരുപാട് പേര് സഹായിച്ചു. എന്തായാലും ചേച്ചിക്ക് വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ വന്ന് താമസിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ ഈശ്വരനോടും നന്ദി പറയുന്നു. ചേച്ചിയുടെ കുടുംബത്തിന്റെ അവസ്ഥയാണെങ്കിൽ അതിലും ദയനീയമാണ്. ചേച്ചിയുടെ ഭർത്താവ് കാലില് ഒരു ചെറിയൊരു വ്രണം വന്ന് അത് പഴുത്ത് കാല് മുറിക്കണം എന്നുള്ള ഒരു അവസ്ഥ വരെ എത്തിച്ചേർന്നതാണ്. പിന്നെ ഒരു ചേച്ചിയാണുള്ളത്. ആ ചേച്ചിക്ക് നോക്കി നിൽക്കുമ്പോൾ ഫിറ്റ്സ് വന്ന് മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ. അത്രയും കഷ്ടപ്പാടിലൂടെ ആണ് ചേച്ചി ജീവിക്കുന്നത്. തൊഴിലുറപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ചേച്ചി. പക്ഷെ ആ ചേച്ചിക്ക് ഇപ്പം ഇവരെ 2 പേരെയും നോക്കേണ്ടിയുള്ളതുകൊണ്ട് തൊഴിലുറപ്പ് പ്രവർത്തിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ചേച്ചി ജീവിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും നല്ല മനസ്സിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് എന്തായാലും ചേച്ചിയുടെ ഈ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റം ഈശ്വരനോടും നന്ദി പറയുന്നു. എന്റെ പേര് രത്നമ്മ. ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ നിവൃത്തിയില്ലാതിരുന്നു. മെമ്പറെ കണ്ട് സംസാരിച്ച് നാട്ടുകാരും മെമ്പറും കൂടെ അന്ന് ഞങ്ങൾക്ക് നീ വീഴുമെന്നുള്ള പേടി വേണ്ടേ ദൈവമേ. ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.